വെൽക്കം ബാക്ക് അവർ ചാനൽ നിയാസിൻ സ്റ്റോറീസ്. അപ്പൊ ഇന്ന് വീഡിയോ എല്ലാം ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും അല്ലേ? അടിപൊളി വീഡിയോ ആയിരിക്കും. എപ്പോഴും എടുക്കുന്ന പോലത്തെ വീഡിയോ അല്ല. വീഡിയോ ഒക്കെ ഒരുപാട് ചേഞ്ചുകളൊക്കെ ഉണ്ട്. ഇന്നെന്താ വെച്ചാൽ മുന്നോട്ട് വന്നാൽ കിട്ടൂല, അങ്ങനെ ശബ്ദം കിട്ടൂല എന്നുള്ള പേടി കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളെ വീട്ടിലെ നോമ്പ് തുറ. വീട്ടിൽ നമ്മളെ ഫാമിലി മാത്രം, ഇത്താത്തമാരും, 2 ഇത്താത്തമാരും, പിയാപ്പിളമാരും, പിന്നെ ഞാനും നമ്മളെ പെണ്ണുങ്ങളും, ഉമ്മി, വെല്ലുമ്മയും ഉമ്മ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോമ്പാറാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോലെ. നമ്മളോടൊപ്പം ക്യാമറമാനായിട്ട് ലിയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ പണികളൊക്കെ കാണാൻ ഇത് മുളകൊക്കെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പണികളൊക്കെ ചെയ്ത് ഞാനാണ്. ചിക്കനല്ല, ബീഫാ. ബീഫ്, മുട്ട എല്ലാം ഉണ്ട്. ഉള്ളിലൊക്കെ ഫുള്ള് അരിഞ്ഞിട്ട് ഇത് എങ്ങനെ രസമല്ലേ, ഞാനാണ് കണ്ടാലും പറയും. അപ്പൊ അങ്ങനെ ഇത് ചെയ്ത് ഇനിയിപ്പോ മെയിനായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് മെയിനായിട്ട് ചെയ്യാൻ നമ്മള് ബിരിയാണി വെക്കാനുള്ള പരിപാടി. ബിരിയാണിയുടെ കായ അടിക്കുന്നതാണ് മെയിനുള്ള പരിപാടി. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനാണ് ചെയ്യണത്, മനസ്സിലായോ? അരിഞ്ഞ സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് പല വട്ടം പറയുന്നതിന് ഇടയ്ക്ക് കയറി പറയുന്നത്. എല്ലാ വീട്ടിൽ നമ്മളെല്ലാ വ്ളോഗിലും റിനുവിനൊരു ചീത്ത, അത് മസ്റ്റാണ്. എപ്പോഴും ചീത്തക്കും ഇവിടെ എപ്പോഴും ഞാൻ പറയുന്നത് എടുക്കുമെന്ന് പറയും. അപ്പൊ പുതിയ മിക്സി വാങ്ങിയിട്ടുണ്ട്. ആ മിക്സിയിൽ നമ്മള് ഫസ്റ്റ് മുളക് അടിക്കാൻ പോവാണ്. ഉമ്മാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകണം. ഉദ്ഘാടിക്കുമ്പോ ബിസ്മി ചൊല്ലിട്ട് ഉദ്ഘാടിക്കുമ്പോ വെച്ചടിയട്ടാ. അപ്പൊ നമ്മള് ഫാമിലി വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് എന്താ കസ്റ്റർഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാ മർസുനെ വന്ന്. ഇതാ മാങ്ങയുണ്ട്, ആപ്പിൾ ഉണ്ട്, ഉറുമാമ്പഴമുണ്ട്, വത്തക്കയുണ്ട്. ഇതൊക്കെ ആയിട്ടാണ് നമ്മള് മർസൂന് എത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മള് ഫ്രീക്കമ്പിലല്ല, സെക്കൻഡ് ഡൗൺ വിലാൽ. ബിലുവിന്റെ സ്കൂളിലുള്ള കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് കേക്കണം. ബിലുവിന്റെ ക്ലാസ്സിലോ സ്കൂളിലുള്ള ഏതെങ്കിലും കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാരും നോക്കണം. ബിലു ഇവിടെ വന്ന് പറഞ്ഞത് ബിലു സെക്കൻഡ് ഡൗൺ ആണെന്നാ. സ്കൂളത്തെ സെന്റ് ജോസഫ് അല്ലേ. ഇതിലെ പാൻറ്റൊക്കെ കണ്ടില്ലേ? ഫ്രീക്കനാ. ഇതാണ് ഷെയ്ക്ക, അപ്പുറത്ത് ഇഷ, ഇപ്പുറത്ത് നമ്മളെ വൺ ആൻഡ് ഓൺലി റിനുമോള്. എല്ലാ വ്ളോഗിലും ഷീത്ത പറയുന്ന റിനുമോളുണ്ട്. റിനുമോക്ക് ഇഷക്ക് നാളോ ഇഷ ഭയങ്കര ഷൈയാണ്, പക്ഷെ കുരുത്തക്കേടിന് ഷൈയൊന്നുമില്ല. അല്ലേ? അതല്ലേ? ഇത് ഷെയ്ക്കൊക്കെ എന്താ എന്താണ് ഷെയ്ക്കൊരു വ്ളോഗറാട്ടോ, ചെറിയ വ്ളോഗറാണ്. നമ്മളെ വ്ളോഗ് കാണുന്ന ആളുകൾക്ക് അറിയാൻ മതിയാവും അല്ലേ? അപ്പൊ ഉമ്മയും മർസൂനൊക്കെ ചർച്ചാണ്. ബേക്കിൽ അയില് എന്തൊക്കെയോ ചിക്കി ഇട്ടിക്കണ, ആരും ശ്രദ്ധിക്കണ്ട. അപ്പൊ ഇതാണ് നമ്മളെ കിച്ചൺ. എന്താ പറഞ്ഞോള്? എടീ ലിയ, എന്നിട്ട് അവിടെ ഒന്നും റെഡി ആയില്ലല്ലോ. ശിർഷ. അപ്പൊ വല്യമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. വല്യമ്മന്റെ അടുത്തേക്ക് പോവാഞ്ഞി ആൾക്കാർക്ക് വല്യമ്മ കാണിച്ചു കൊടുക്കട്ടെ. വല്യമ്മ, എന്താണ് ഇന്നത്തെ നോമ്പറിന്റെ അഭിപ്രായം?
പറഞ്ഞൂടി. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വൻ ഫാൻസാ ഇതില്. നോമ്പിന്റെ അഭിപ്രായം എന്താ? ഇപ്പത്തെ നോമ്പിനെ കുറിച്ചിട്ട് എന്താ നിങ്ങളെ അഭിപ്രായം? പണ്ടുള്ള നോമ്പ് ഇപ്പത്തെ നോമ്പ് അങ്ങനെയാണല്ലേ? ഓക്കെ. അഭിപ്രായം നോമ്പ് തുറന്ന് തന്നെ തിന്നല്, അതിനെ സമൂസ, കട്ട്ലേറ്റ്, പിന്നെ മുട്ട മറിച്ചത് അതൊക്കെ ഉണ്ടാക്കി വെക്കോ കാണാൻ തിന്നാൻ തന്നെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മൾ ബിരിയാണിക്കുള്ള പായ സെറ്റപ്പ് ആക്കാൻ പോവാണ്. അപ്പൊ ഇതാ ഉള്ളിയൊക്കെ റെഡി. ഈ മുണ്ടരുത്. അപ്പൊ ഇടാൻ പോകട്ടോ സാധനം. അപ്പൊ ചെറിയൊരു പണി പാടി. എന്താ വെച്ചാല് ഉള്ളി കുറച്ച് കൂടിപ്പോയി. അപ്പൊ കുറച്ച് ഇങ്ങോട്ട് ഉള്ളി എടുക്കണം. സംഭവം എന്താ വെച്ചാൽ ഉമ്മ മൊത്തായിട്ട് തരുമ്പോ ഞാൻ മൊത്തായിട്ട് ഇട്ടതേ. അപ്പൊ അത്രത്തോളം വേണ്ട, കുറച്ച് സമൂസ കൂടി വെച്ചേ. ഞാൻ കുറച്ച് ഇതിലേക്ക് തന്നെ എടുത്ത് ഇടുന്നു. ഇത് മതിയോ? താത്ത നോക്കി. താത്ത നോക്ക്. സംഭവം ഇവിടെ ആർക്കും എന്നാലും ഞാൻ എന്താക്കണ്ടെങ്കിൽ ഇത് മതി. ഇത് വേണ്ടി അപ്പൊ ഇത് വേണ്ടി അതെന്തായാലും വേണ്ടി അത് കൺഫേം ആക്കണം. കഴിഞ്ഞിട്ടില്ല പണി. അപ്പൊ ഉമ്മ വന്നാലേ കൺഫേം ആക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ തൊപ്പിയ മുടി ഒന്നും അതിലേക്ക് നമ്മൾ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും അടിപൊളിയായിരിക്കും. അപ്പൊ മുടിയൊക്കെ അതിലേക്ക് പുറത്താലോ ബുദ്ധിമുട്ടുള്ള നീക്കമാണ്. ഇതിനുള്ളിൽ കൂടി തടഞ്ഞു. അടുത്തതായിട്ട് നമ്മള് ഇലകളൊക്കെ അരിഞ്ഞ് എല്ലാം തിട്ടപ്പെടുത്തി സമൂസ ഈ ഉള്ളിയിലില്ലേ ഓയിലും ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്യണോ? പരിസഫല്ലേ മുട്ടാന്. ഉള്ളി വേണോ? ഉള്ളി അത് അരിഞ്ഞത് ഉച്ചതുണ്ട്. നമ്മളൊക്കെ എല്ലാം പോയൊക്കെ റെഡിയാക്കിയതിന് ശേഷം പറഞ്ഞത് പല അഭിപ്രായമാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ അഭിപ്രായം മാറും. അമർത്തി വയ്ക്കട സംഭവം മൊത്തം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. കാണിച്ചു കൊടുക്ക്. സംഭവം അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ വെള്ളമൊക്കെ ഉണ്ട്. സൂപ്പർ സാധനമാണ്. അവ അടിച്ചൊക്കെയാണ്. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ നോമ്പില്ലാത്ത കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വെച്ച് നോക്കിയപ്പോൾ അത് സൂപ്പറാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അടുത്ത പരിപാടിയാണ്. ഞാൻ ഉണ്ടാക്കിയതിനു സാധനം വന്നിട്ട്
സാന്താത്ത് വന്നിട്ട് മറ്റേ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള പ്ലാനിലാണ്. കുറച്ച് ഉപ്പിട്ടിട്ട് മറ്റാൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള പ്ലാനിലാണ്. ആ നടക്കൂല കേട്ടോ. മർഷൂന് ഇവിടെ കുട്ടികൾക്കൊക്കെ ഫുഡ് എടുക്കാണ്. നമ്മളെ ഷൂട്ട് അല്ല കാണൂല ടാറ്റ. ഫോൺ എടുക്കരുത് പറഞ്ഞില്ലേ ടാറ്റ? ഇനാ ഇതൊക്കെ എന്താ വെറുതെ കുട്ടികള്. അവൾക്ക് എത്ര നോമ്പായി? ഇനാ അവൾക്ക് എത്ര നോമ്പായി? 3. അങ്ങനെ ഗേസ് ഇവിടെ 10 രൂപ ഇട്ടുകൊണ്ടിരിക്കാണ്. ഇത് സമൂസ ഉണ്ടാകാം. സോറി, സമൂസ ഉണ്ടാക്കാനുള്ള സാധനം ചുടല്ല, എന്താക്കാണ് പരുത്താണ് അല്ലേ. ലിയ പരുത്തുണ്ട്. ഇത്താത്ത അവിടെ സമൂസ ഫില്ല് ചെയ്യുന്നുണ്ട്. ലിയന്റെ കട്ടിങ് പിന്നെ അടുപ്പിലെന്തൊക്കെ ഉള്ളത് നോക്കാം. ഇത് പരിപ്പ് കേക്കാണ് അവിടെ ഉണ്ട്. ഇത് നമ്മള് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കാണ്. ചോറിന്റെ ബാക്കി സംഭവങ്ങളാണ്. ഇത് നമ്മളെന്താ ഇതിൽ വെച്ചാൽ അരിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കും. നെയ്ച്ചോറാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച കായത്തിലേക്ക് ആ റൈസ് നമ്മൾ കോരി ഫില്ല് ചെയ്യും. എന്നിട്ട് ദമ്മിട്ടിട്ട് അടുപ്പത്ത് കയറ്റലാണ് പതിവ്. അതാണ് സംഭവം. അപ്പോൾ ബാക്കിയൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറഞ്ഞാളേ എൻ്റെ ഫാൻസിനോട്. അപ്പോൾ ഗൈസ് അരിയൊക്കെ ഇട്ടിക്കണ്. അരി തിളക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഇതായിട്ട് വേണം, ഇത് നെയ്ച്ചോറായിട്ട് വേണം നമുക്ക് എന്താ ചെയ്യാൻ, ഈ ദമ്മിടാൻ. ഓക്കെ, മൂടി വെച്ചു. സമൂസ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഉമ്മ ലിയാണ്. ഇപ്പം മർസൂനുണ്ട്. മർസൂന് തട്ടിടാത്തോണ്ട് മാറിക്കാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് അവസാനമായിട്ട് ദമ്മിടാൻ പോവാണ്. അതിന്റെ പരിപാടിയിലേക്കാണ്. അപ്പൊ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ഈ ദമ്മിടുന്ന പരിപാടി കേട്ടോ. അത് പൊട്ടിച്ചങ്ങനെ എടുക്കും, ഇട്ടുകൊടുക്കും. ഇതാണ് ദമ്മിട്. തീ കത്തിച്ച് അല്ല, ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പയറിംഗ് പൊട്ടത്തിയ ദമ്മ്. ഇവിടെ മസ്റ്റാണെന്താ ചോദിച്ചേ? നാണോ എന്താ ചോദിച്ചേ? നാണോ എന്താ ചോദിച്ചേ? എന്താ ചോദിച്ചേ? അതിന്റെ ഒരു ലെയർ കഴിഞ്ഞ ഒരു ലെയർ കഴിഞ്ഞായിരുന്നു. കൈ കൊണ്ട് പാറ്റി കൊടുത്തോളി. ഞാൻ നമ്മളെ ദമ്മിടാണ് പരിപാടി കഴിയുന്നുണ്ട്. ഫുള്ള് സെറ്റാക്കിക്കണം. അപ്പൊ ഇനിയിപ്പോ ദമ്മിട്ട് അടുപ്പിൽ കയറ്റണം. ഓക്കെ, അങ്ങനെ ദമ്മിടാൻ വേണ്ടി ചുറ്റും ഇതൊക്കെ മൈദ കെട്ടി ഒട്ടിച്ച് സെറ്റാക്കിയാണ്. ഇനി അടുപ്പത്ത് കയറ്റാൻ പോവാണ്. അമ്മ അവിടെ വിറക് കത്തിക്കുന്നുണ്ട്. വിറക് കത്തിച്ച് അടുപ്പത്ത് കയറ്റി. ഇനിയിപ്പോൾ അടുത്ത് ഫുള്ളും അത് ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ കുറച്ച് വെയിറ്റ് എന്തെങ്കിലും കൊടുക്കണം. അതിനാണ് ആ സാധനം നമ്മൾ കൊണ്ടുപോയി വെച്ചത്. ചിക്കൻ ഇവിടെ എത്താത്ത പൊരിക്കുന്നുണ്ടായിരുന്നു. എത്താത്ത അടിപൊളിയാക്കി ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് ആണ്.
വലിയ സംഭവമൊക്കെ സെറ്റാക്കണേ. അത് കഴിഞ്ഞ് കസ്റ്റർഡ് ഉണ്ടാക്കുകയാണ്. അതൊക്കെ ഇത്താത്താട്ടോ, മൂത്തത്താണ് കസ്റ്റർഡും ചിക്കനൊക്കെ കൈകാര്യം ചെയ്ത് ഫുള്ളും മർസാത്ത. ഇത്താത്തൻ്റെ ഫേവറേറ്റ് ആണ് കസ്റ്റർഡ്. അടിപൊളിയായിട്ട് കസ്റ്റർഡൊക്കെ ഇത്താത്ത ഉണ്ടാക്കും. അപ്പം അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്താത്ത. സംഭവം വേറെ ലെവലായിരുന്നു. നോമ്പർ സെറ്റാക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഗേസ് നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സ്, പിന്നെ പരിപ്പ് കേക്ക്, സമൂസ. ഇതെന്താ സ്പെഷ്യല്? അത് ഉമ്മൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണിത്. പിന്നെ ഇങ്ങനെ ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് സെറ്റപ്പ് നോമ്പ് തുറക്കാനുള്ള. അത് ചെറിയൊരു ഇതാണ്. 2 അളിയന്മാരും താത്തമാരും പിന്നെ ഞാനും ഉമ്മയും വല്യമ്മയും. അങ്ങനെ നമ്മളെ ചെറിയ ഫാമിലിൻ്റെ ചെറിയൊരു നോമ്പറാണ്. അപ്പോൾ പിന്നെ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ല. ചെറിയ രീതിയിലാണ് സെറ്റപ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ എന്നാൽ നോമ്പ് തുറക്കുന്ന പരിപാടികൾ കാണാം. ഗൈസ് നോമ്പൊക്കെ തുറന്ന് ക്ഷീണിച്ച് പള്ളി പോകണം. നോമ്പ് തുറന്നിരിക്കുകയാണ് ഇവിടെ. മർസൂർ അവിടെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ രണ്ടാമത്തെ കളിച്ചേക്കാണ്. ബാക്കി ഞാനുണ്ടാക്കിയ ബിരിയാണി ദമ്മ് പൊട്ടിക്കുമ്പോൾ ബാക്കി വീഡിയോ. നമ്മൾ ദമ്മ് പൊളിക്കാൻ പോവാണ്. സംഭവം എല്ലാം റെഡി ആയിരിക്കും. ആദ്യം നമുക്ക് മണം നോക്കാം. ദമ്മ് അങ്ങോട്ട് സിനാണ്. മറ്റേനായിട്ട് അടർന്ന് കുറച്ചും കൂടി വേവാണ്ടല്ലേ പൊടി. നെയ്ച്ചോറിട്ടതാണ് മൂടി വെച്ചത്. ആൾക്കാരോടില്ല. ഞാനിപ്പോ വീട്ടിലാണ്, പരിപാടിയിലാണ്. അപ്പൊ നിങ്ങള് വീട്ടില് ഞാൻ കല്ലായിലാണ് വീട്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ടൗണിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങളും ഞാൻ വീട്ടില് വരും. നോമ്പറിന്റെ ഒരു പരിപാടി അറിയണ ആരെങ്കിലും നിങ്ങള് ടൗണില് മറ്റേ 2 അവിടെ വൈറസ് ചോറ് വേണ്ടാന്ന് അവര് പറഞ്ഞതാ. അത് ഫുഡൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും തിന്നാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ തിന്നാൻ പോവാണ്. ബാക്കിയുള്ളവർക്ക് വരുന്ന വിളിക്കും. ഫുഡ് കഴിച്ചിട്ട് ചെറിയ വർക്കിൻ്റെ സംസാരിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ വരും ഫുഡ് കഴിക്കാൻ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നോമ്പ് തുറ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലിയക്ക് സുഖമില്ലാത്തത് കൊണ്ട് ലിയ അവിടെ ഇല്ല. ലിയ ഫ്രഷ് ആകാൻ വേണ്ടി പോയതാണ്. ലിയക്ക് സുഖമില്ല, ചെറുതായിട്ടുള്ള തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ലിയ ഫ്രഷ് ആകാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.